ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ദൈവപുത്രൻ്റെ അമ്മയാകും. ഇത് കേട്ട് മാതാവ് മറുപടിയായി പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ആമേൻ. ഒരു 13 വയസ്സുകാരി കണ്ണും പൂട്ടി ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞതിൻ്റെ ഓർമ്മയാണ് ഈ ക്രിസ്മസ് രാവുകൾ. പ്രിയപ്പെട്ടവരെ, വെറുമൊരു 13 വയസ്സുകാരി ദൈവഹിതത്തിന് എല്ലാം മറന്നുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാതെ ദൈവഹിതത്തിന് ആശ്രയിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞതിൻ്റെ ഓർമ്മ തിരുനാൾ. അതാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്കും നമ്മുടെ ദൈവാശ്രയ ബോധവും ദൈവവിശ്വാസവും ദൈവപരിപാലനയും ആഴപ്പെടുത്തുവാനുള്ള വലിയ അവസരങ്ങളാണ്. ശലോം ടിവിക്കൊപ്പം മെനിൻ കാസക് വരുന്നു, ജിംഗിൾ വൈബ്സുമായി ദൈവാശ്രയത്തിൽ വളരാൻ, ദൈവഹിതത്തോട് ആമേൻ പറയാൻ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. പുതിയ നിയമത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഈശോയുടെ മുഖം സൗഖ്യപ്പെടുത്തുന്ന ഈശോയാണ്. ഏകദേശം ചരിത്രം പറയുന്നതനുസരിച്ച് 3 വർഷം കൊണ്ട് ഈശോ കണ്ടു തീർത്തത് 30 ലക്ഷത്തിലധികം ആൾക്കാരാണെന്ന് പറയുന്നത്. 200-ലധികം ഗ്രാമങ്ങളിലൂടെ ഈശോ ഗലീലി എന്ന ചുറ്റുപാടിൽ ഏകദേശം 30 ലക്ഷത്തോളം ആൾക്കാരെ ഈശോ 3 വർഷം കൊണ്ട് കണ്ടെന്നാണ് പറയുന്നത്. ഇവരെല്ലാവരും ഓടിക്കൂടിയത് ഈശോയുടെ സൗഖ്യത്തിൻ്റെ കരം പിടിക്കാൻ വേണ്ടിയാണ്. ഇത് തന്നെയാണ് പിന്നീട് അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. പത്രോസും പൗലോസും യോഹന്നാനും എല്ലാ അപ്പസ്തോലന്മാരും ശിഷ്യഗണങ്ങളുമെല്ലാം ഈ ഹീലിംഗ് മിനിസ്ട്രി കണ്ടിന്യൂ ആയിരുന്നു. സഭയുടെ ഒരു മുഖം തന്നെയായി ഹീലിംഗ് മിനിസ്ട്രി മാറി. അതുകൊണ്ടാണ് പിന്നീട് ഒരു സഭാപിതാവ് പറഞ്ഞത്, ചർച്ച് ഈസ് ഏതർ എ ഹോസ്പിറ്റൽ ഓർ എ ഹോസ്പീസ്. ഇത് സൗഖ്യം നൽകുന്ന ഇടമാണ്. 2ാം ലോക മഹായുദ്ധത്തിലൊക്കെ പരിശുദ്ധ അൾത്താര വരെ
ഓപ്പറേഷൻ തിയേറ്ററായിട്ട് ഉപയോഗിച്ച ചരിത്രം തിരുസഭയ്ക്കുണ്ട്. അതുപോലെ ഒരു ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്ന ഈശോയുടെ ഒരു പുരോഹിതനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, പ്രിയപ്പെട്ട തോംസൺ കൂടപ്പാട്ട്. അച്ഛൻ തന്നെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തി അച്ഛൻ്റെ മിനിസ്ട്രിയെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ പേര് ഫാദർ തോംസൺ കൂടപ്പാട്ട് എന്നാണ്. ഞാനാണ് സീമസ് സഭയിലെ കോട്ടയം പ്രവിശ്യയിലെ അംഗമാണ്. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയാണ്. അതായത് ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനടുത്ത് പുളിയന്മല എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു ഡി അഡിക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്ററിലാണ് ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനവിടെ സേവനം ചെയ്തു വരിക. ഈ നാട്ടിലൊക്കെ ഡി അഡിക്ഷൻ റീഹാബ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഉള്ളൊരു ഫിഗറും അച്ഛനുണ്ട് കേട്ടോ. സാറേ, താടി വളർത്തിയവരൊക്കെ മൊത്തത്തിൽ ഇപ്പോൾ അപമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതായത് കുറച്ച് താടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാണുന്നവർക്കൊരു പേടി വരത്തുള്ളൂ. കാരണം താടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും അല്ലാത്തവനായി പോകും. അതുകൊണ്ടാണ് താടി വെച്ചേക്കുന്നത്. കാണുന്നവർക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലേ ഈ ഒരു ഹീലിംഗ് മിനിസ്ട്രി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. വണ്ടർഫുൾ. അച്ഛനച്ഛൻ്റെ മിനിസ്ട്രി 5 വർഷമായിട്ട് പട്ടണി എത്ര വർഷമായി അച്ഛൻ്റെ? അതായത് എൻ്റെ ഓർഡിനേഷന് ശേഷമുള്ള ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. അത് ഡി അഡിക്ഷൻ സെൻ്ററിലേക്കാണ്. ഇപ്പോഴും ശക്തമായി തുടരുന്നു. അതെ അതെ. അച്ഛൻ്റെ മിനിസ്ട്രിയെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡി അഡിക്ഷൻ ഫീൽഡെന്ന് പറഞ്ഞാൽ ഞാൻ ഓർഡിനേഷന് ശേഷമുള്ള എൻ്റെ ആദ്യ അപ്പോയിൻമെൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് തന്നെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്കൊക്കെ ആകുമ്പോൾ നമ്മുടെ ബാച്ച്മേറ്റ്സിൽ നിന്നൊക്കെ നല്ല ചീത്തപ്പേരുണ്ടാവും, ആക്ഷേപഹാസ്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം ആദ്യമൊക്കെ ചെറിയ മാനസിക വിഷമങ്ങളിലൂടെയൊക്കെ പോയെങ്കിൽ പോലും പിന്നീട് അവിടെ നടക്കുന്ന ഹീലിംഗ് എന്ന് പറയുന്നത് മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്നതിന് ഉപരിയായിട്ട്, കാരണം ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്. അപ്പം ഈ ഒരു രോഗമെന്ന് പറയുന്നത് 5 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. അതായത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1, ഇതൊരു ശാരീരിക രോഗമാണ്. 2, ഇതൊരു മാനസിക രോഗമാണ്. 3, ഇതൊരു ആത്മീയ രോഗമാണ്. 4, ഇറ്റ്സ് എ ഫാമിലി ഡിസീസ്, ഫാമിലിയെ ബാധിക്കുന്ന രോഗമാണ്. 5, ഇത് സമൂഹത്തെ മുഴുവനും ബാധിക്കുന്ന രോഗമാണ്. അപ്പോൾ ഇത് 5 തരത്തിലുള്ള രോഗാവസ്ഥകൾ ആയതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം ഹീലിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ മുന്നോട്ട് പോകുന്ന ഒരു മിനിസ്ട്രിയായിട്ടാണ് ഞാൻ ഈ ഒരു മിനിസ്ട്രിയെ കാണുന്നത്. തോമസ് അച്ഛാ, ഒരു സാധാരണക്കാരൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ? ഓക്കെ. അതായത് പ്രത്യേകിച്ച് ഈ ഒരു മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ മനുഷ്യൻ ഇപ്പോഴും ഇത് 2023 പറഞ്ഞാലും ഇപ്പോഴും ആൾക്കാർക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ, ഒരു കൗൺസിലിങ്ങിന് പോകാൻ പോലും പേടിയാണല്ലോ. കാരണം നമ്മൾ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ്, ഭ്രാന്തൻ അല്ലെങ്കിൽ ഭ്രാന്തി. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ അടുത്ത കാലത്തൊക്കെ ഈ പോസ്റ്റ് കോവിഡ് ടൈമിലൊക്കെ ഒത്തിരി അഡിക്ഷൻസും ഡിപ്രഷൻസൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും പേടിയാണ്. മാതാപിതാക്കൾക്ക് അറിയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, പക്ഷേ കൊണ്ടുപോകുമ്പോൾ കാരണം അവർ ബ്രാൻഡ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ അച്ഛൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ കുറേ വ്യക്തികൾ വന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് അച്ഛൻ തന്നെ തോന്നിക്കുന്നത് എങ്ങനെയാണ്? കാരണം സ്വാഭാവികമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അടുത്ത് ചെയ്യാനുള്ളത്, നമുക്കൊരു കൊച്ചു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പം ശാരീരികമായ അസുഖങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മാനസിക അസുഖങ്ങൾക്കും അത് ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിനൊരു ഹീലിംഗ് അവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇങ്ങനെ ആസക്തി രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ചെയ്യേണ്ട കാര്യം താനൊരു രോഗിയാണ് എന്ന് അംഗീകരിക്കുക എന്നുള്ളത്. അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പല വ്യക്തികളും ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് വരാനായിട്ട് തയ്യാറാകാത്തത്. കാരണം മറ്റ് വ്യക്തികൾ എന്ത് വിചാരിക്കും. പക്ഷേ ഞാൻ എൻ്റെ മുൻപിൽ കണ്ട കുറച്ച് എക്സാമ്പിൾ പറയാം. അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെ നമുക്ക് 1 മന്ത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ആ 1 മന്ത് സ്റ്റേ ചെയ്തതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഫാമിലിയായിട്ടും ഇൻഡിവിജ്വലായിട്ടെല്ലാം നമുക്ക് കൗൺസിലിംഗ് സെക്ഷൻസ് പോകും. ആ കൗൺസിലിംഗ് സെക്ഷൻസൊക്കെ അവസാനിച്ച് 1 മന്തിന് ശേഷം ഒരു ഡിസ്ചാർജ് ആകും. ഡിസ്ചാർജ് ആയിട്ട് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ ആ വ്യക്തികൾ വീണ്ടും വീണു പോകാനുള്ള സാധ്യത ഒരു 80% ആണ്. അപ്പോൾ ഇവർ ഫോളോ അപ്പിന് വേണ്ടി വരുന്ന ഒരു കാഴ്ച എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ളതാണ്. കാരണം അതായത് ഭാര്യമാരും മക്കളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇവർ എല്ലാ ഞായറാഴ്ചകളിലും ഭാര്യയോടും മക്കളോടും എല്ലാം ഒന്നിച്ച് സ്നേഹത്തോടു കൂടി അവിടെ വന്ന് നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സിനെയൊക്കെ കണ്ട് സന്തോഷത്തോടെ പോകുന്ന ഒരു കാഴ്ച, അതായത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തി ഇങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞ് അവർ ഫാമിലിയോടുകൂടെ നമ്മളെ കാണാൻ വരുന്ന ആ ഒരു സംഭവം. അപ്പം കാരണം ഞാൻ ആക്ച്വലി എൻ്റെ പക്കൽ വരുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ ഇത് സൂചിപ്പിക്കുന്ന കാര്യമുണ്ട്. അതായത് പാപം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൊച്ചു ഹാപ്പിനെസ് ഉണ്ട്. അതായത് നമ്മൾ 2 എണ്ണമൊക്കെ അടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദമുണ്ട്. ഈ പാപം ചെയ്ത് കിട്ടുന്ന സന്തോഷത്തിനെക്കാട്ടിലൊക്കെ ലക്ഷക്കണക്കിന് മടങ്ങ് ഇരട്ടിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം.
വരുമ്പോഴുണ്ടാകുന്ന സന്തോഷം. അതറിയണമെങ്കിൽ നമ്മളിങ്ങനത്തെ പാപത്തിൻ്റേതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ വേണ്ടെന്ന് വെക്കുമ്പോൾ, അപ്പം അതായത് ഈ ഒരു സന്തോഷത്തിനെ വേണ്ടെന്ന് വെച്ച വ്യക്തികളാണ് പിന്നീട് ഭാര്യയും പിള്ളേരൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി സ്ഥാപനത്തിലെത്തുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ മറ്റ് വ്യക്തികളോട് ഷെയർ ചെയ്യുകയും ചെയ്യും. അത് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള ഒരു കാര്യം. അച്ഛൻ പറഞ്ഞത് വലിയൊരു സുവിശേഷമാണ്. നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി നമുക്ക് മുൻപിലുള്ള വലിയ ആനന്ദത്തെ കളഞ്ഞു കുളിക്കുന്നവരാണ് മനുഷ്യർ. അതിനൊപ്പം തന്നെ അച്ഛൻ ശുശ്രൂഷയുടെ മഹത്വം ഭയങ്കരമാണ് കേട്ടോ. ഞാനിപ്പോൾ കൗണ്ട് ചെയ്യുക വരുന്നിരുന്നു. കാരണം ഒരു വ്യക്തി അഡിക്ഷനുള്ള വ്യക്തി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു വ്യക്തി മാത്രമല്ല സുഖപ്പെടുന്നത്, സൗഖ്യപ്പെടുന്നത്, ആ ഒരു കുടുംബം, തലമുറ, സമൂഹം, ഈ 5 ഘടകങ്ങൾ അച്ഛൻ എണ്ണി പറഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം അതിനകത്ത് പെടുന്നു. മനോഹരമായ ശുശ്രൂഷ തന്നെയാണത്. അച്ഛാ, ഇത് വളരെ ചുരുക്കം പേര് മാത്രം ചെയ്യുന്ന ശുശ്രൂഷയാണല്ലോ. ഒത്തിരി ടെൻഷനുണ്ട്, പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ബൗണ്ടാണ്, അവിടെ തന്നെ നിൽക്കണം, കുറേ സമയം നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആണെങ്കിൽ വൈകുന്നേരമൊക്കെ നമ്മൾ കുറേ കൂടി ഫ്രീ ആവും. പക്ഷേ അച്ഛന് 24/7 കമ്മിറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഈ ഒരു ശുശ്രൂഷ അച്ഛൻ്റെ ആത്മീയ ജീവിതത്തെയും പൗരോഹിത്യ സന്യാസ ജീവിതത്തെയൊക്കെ എങ്ങനെ ബലപ്പെടുത്തുന്നു? അതായത് ഒരു വ്യക്തി രക്ഷപ്പെട്ടാൽ ഒരു ഫാമിലി രക്ഷപ്പെടുന്നു, ഒരു ഫാമിലി രക്ഷപ്പെട്ടാൽ ഒരു സമൂഹം രക്ഷപ്പെടുന്നു, സമൂഹം രക്ഷപ്പെട്ടാൽ ആ രാഷ്ട്രം രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഒരു വലിയൊരു ഹീലിംഗ് മിനിസ്ട്രി ആണ് ഇതെന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് എത്താൻ ഏതാണ്ട് ഒരു വർഷക്കാലമൊക്കെ സമയമെടുത്തു. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയത്. അതായത് ഒരു സമൂഹത്തെ ഒരു പുതിയ തലമുറയായിട്ട് വാർത്തെടുക്കാനുള്ള, പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാം, ഒത്തിരിയേറെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ, അതായത് MDMA, LSD, സ്റ്റാമ്പ് ഇതുപോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു യൂത്താണ് നമുക്ക് മുമ്പിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിക്കുക, അതായത് ഈ ഒരു ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മളും കൂടെ ഒന്ന് കൂട്ടു നിൽക്കുക എന്നുള്ളത് ഒരു വൈദികൻ എന്ന രീതിയിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്ന ഒരു കാര്യം. കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയുടെ കരമായി മാറാൻ, സൗഖ്യത്തിൻ്റെ കരമായി മാറാനുള്ള പരിശ്രമങ്ങളിൽ ഒത്തിരി അനുഗ്രഹിക്കട്ടെ അച്ഛൻ. പ്രാർത്ഥനയും പാട്ടും മരുന്നുമൊക്കെ ആയിട്ട് അച്ഛൻ്റെ ശുശ്രൂഷകൾ ഏറ്റവും മനോഹരമാവട്ടെ. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് സീസണിൽ ഈ ഷാലോമിൻ്റെ ഓഡിയൻസിന് വേണ്ടി അച്ഛൻ ഒരു പാട്ട് പാടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലുമാരൂപം. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലും മാരൂപം. തുളുമ്പുമെൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു, അനന്തമാം ജീവിതഭാരം ചുമന്നു ഞാൻ നിന്നു. പാദം തളരുമ്പോ തണലിൻ വരവായി നീ, ഹൃദയം മുറിയുമ്പോ അമൃതിന്നുറവായി നീ. എന്നാലും ആശ്രയം നീ മാത്രം എന്നാഥാ, തുടയ്ക്കുവൻ കണ്ണീർ. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലും മാരൂപം, കനിവോലും മാരൂപം. മനോഹരമായിരിക്കുന്നു. താങ്ക് യു സോ മച്ച്.
മനോഹരമായ ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ദ വൂണ്ടഡ് ഹീലർ. അത് ഈശോയെപ്പറ്റി പ്രതിപാദിക്കുന്നൊരു പുസ്തകം കൂടിയാണ്, വൂണ്ടഡ് ഹീലർ. രക്ഷിക്കാനുയർത്തുന്ന എല്ലാ കരങ്ങളുടെയും പിന്നിൽ ഒരു മുറിവുണ്ടാകും എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈശോയുടെ അരികിലേക്ക് വരുന്ന എല്ലാവർക്കും സൗഖ്യം കിട്ടുന്നത്, എല്ലാവരെയും എന്തുകൊണ്ട് അങ്ങോട്ട് ആകർഷിക്കുന്നതൊക്കെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയ ഒരാളുടെ പേരാണ് ക്രിസ്തു. ശാരീരികമായ പീഡകളാവാം, മാനസികമായ പീഡകളാവാം, ഒറ്റപ്പെടലുകളാവാം, എല്ലാത്തിലൂടെയും ഈശോ കടന്നു പോയിട്ടുണ്ട്. അവസാനത്തെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് മാത്രം മതി ഈശോയുടെ ശാരീരിക പീഡനങ്ങളുടെ ആഴം മനസ്സിലാക്കുവാനായിട്ട്. ഈശോ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ഈശോയുടെ ബന്ധുജനങ്ങൾ വന്ന് പറയുന്നുണ്ട്, അവന് വട്ടാണ്, അവനെ വിളിച്ചുകൊണ്ട് പോകണം. അതുകൊണ്ട് നമ്മളീ പറഞ്ഞ ഡി അഡിക്ഷൻ്റെ ഈ മാനസിക രോഗമുണ്ടെന്നൊക്കെ പറയുന്നവൻ്റെ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നവൻ്റെ വേദനയൊക്കെ കൃത്യമായിട്ട് കർത്താവിന് മനസ്സിലാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ ഇതൊരു ഹീലിംഗ് രാത്രിയായി മാറട്ടെ. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആരാധനയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഹോളിസ്റ്റിക് ഹീലിങ്ങിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ, മനസ്സിൻ്റെ, ബന്ധങ്ങളിലെ, കുടുംബത്തിൻ്റെ എല്ലാം ഒരു ഹീലിങ്ങിനോട് പ്രാർത്ഥിക്കാം. ആരോടും പറയാത്ത അനേകായിരം നൊമ്പരങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിനുള്ളറകളിൽ കാണും. അപമാനിക്കപ്പെട്ടതിൻ്റെയും ഒറ്റപ്പെടുത്തപ്പെട്ടതിൻ്റെയും തള്ളിപ്പറയപ്പെട്ടതിൻ്റെയും സ്നേഹം കിട്ടാതെ പോയതിൻ്റെയൊക്കെ ഒത്തിരി വേദനകൾ കാണും. ഈ ഒരു അൾത്താരയിൽ നമുക്ക് ഈ ഒരു ആരാധന സമയത്ത് നമുക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആരോടും പ്രാർത്ഥിക്കാനില്ലാത്ത അനേകർക്ക് വേണ്ടി ഈ ഒരു രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ രോഗമായ ആത്മാവിൻ്റെ രോഗം മാറാനുള്ള കുമ്പസാരത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ക്രിസ്മസിന് ഇനി 1-2 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനു മുമ്പ് നന്നായിട്ടൊരുങ്ങി ആത്മാവിനെ മുഴുവൻ കഴുകി വിശുദ്ധീകരിച്ച് ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി കൂടി നമുക്ക് ഈ ആരാധനയുടെ സമയം നന്നായിട്ട് നമുക്ക് വിനിയോഗിക്കാം. ദിവ്യകാരുണ്യ ഈശോ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കറകൾ തിരുരക്തത്താൽ കഴുകി നമ്മളെല്ലാവരെയും വിശുദ്ധീകരിക്കട്ടെ. വിരൽ തുമ്പൊന്നു തൊട്ടാ ശാന്തമായി തീരുമെന്നുള്ളം. വിരൽ തുമ്പൊന്നു തൊട്ടാ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞ പോലാകുമെൻ ഹൃദയം. ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞ പോലാകുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ലോകം മുഴുവനും സൗഖ്യം പകരുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലാണ് നാം എല്ലാവരുമായിരിക്കുക. എൻ്റെ ദൈവമേ, ക്രിസ്മസിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുങ്ങുന്ന ഈ ഒരു സമയങ്ങളിൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ രോഗാവസ്ഥകൾ, ശാരീരികവും മാനസികവുമായുള്ള രോഗാവസ്ഥകൾ, സൗഖ്യത്തിന് വേണ്ടി ഈ ഒരു ആരാധനയുടെ സമയങ്ങളിൽ നാഥ മനസ്സ് തുറന്ന്
ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വേറെ ആരോടും പങ്കുവെക്കാനാകാത്ത ഒരു വലിയൊരു മുറിവ് എൻ്റെ ജീവിതത്തിലുണ്ട് നാഥ. ജോബിന്റെ പുസ്തകം 14 അധ്യായം 7 വാക്യത്തിൽ പറയുന്നുണ്ട്, വൃക്ഷങ്ങൾക്ക് പ്രത്യാശയുണ്ട്, അതിൻ്റെ കമ്പുകൾ വിട്ടുമുറിക്കപ്പെട്ടാലും വീണ്ടും തളിർക്കാതിരിക്കുകയില്ല. അതിൻ്റെ വേര് മണ്ണിനടിയിൽ അറ്റുപോയാലും അതിൻ്റെ കുറ്റി മണ്ണിനടിയിൽ തന്നെ ഇല്ലാതായാലും ഒരു തുള്ളി ജലം മതി അവ വീണ്ടും പൊട്ടിക്കിളിർക്കുവാൻ. എത്ര മനോഹരമായ ദൈവവചനങ്ങളാണത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ എത്രയേറെ അറ്റുപോയാലും, ആരൊക്കെ നമ്മുടെ പ്രതീക്ഷകളുടെ ചിറകുകൾ വിട്ടുമുറിച്ചാലും, ദിവ്യകാരുണ്യനാഥന്റെ ഒരു സ്പർശം മതി നാഥ എൻ്റെ പ്രതീക്ഷകളൊക്കെ പൂവണിയുവാൻ, എൻ്റെ ജീവിതം വീണ്ടും പൊട്ടിക്കിളിർക്കുവാൻ. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെയും, മാനസികവും ശാരീരികവുമായിട്ടുള്ള നാം കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളെയും, പ്രത്യേകിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന ക്യാൻസർ രോഗികള്, എയ്ഡ്സ് രോഗികള്, വിവിധ തരത്തിലുള്ള ആസക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവര്, മദ്യം, മയക്കുമരുന്ന്, ഇതുപോലെയുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് തമ്പുരാന്റെ കരങ്ങളിലേക്കൊന്ന് പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട്, ഈശോ നീ വന്നിടണേ എന്ന് നമുക്ക് എത്രമാത്രം ശബ്ദമുണ്ടോ ആ ശബ്ദം ഉപയോഗിച്ച് ദൈവത്തെ നമുക്കൊന്ന് വിളിച്ചു പ്രാർത്ഥിക്കാം. ഈശോ നീ വന്നിടണേ, എൻ്റെ മുറിവുണക്കിയിടണമേ. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ഒരുമിച്ച് പാടാം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമുണ്ടാകും, ഇത്രയേറെ നാൾ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടും, ഇത്രയേറെ നോമ്പുകൾ നോറ്റിട്ടും, ഇന്നിപ്പോൾ ക്രിസ്മസിന്റെ സമയങ്ങളിലും ഒരുപക്ഷെ നമ്മൾ നോമ്പെടുക്കുന്നുണ്ടാകും, ഭക്ഷണമൊക്കെ വേണ്ട എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകും. എന്നിട്ടും എന്തേ എൻ്റെ പ്രാർത്ഥനകൾ മാത്രം ദൈവസന്നിധിയിൽ എത്താത്തത്? ഉത്തരം ജ്ഞാനത്തിന്റെ പുസ്തകം 16 അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. കർത്താവ് അവർക്ക് ദൈവദൂതന്മാരുടെ ഭക്ഷണം നൽകി, അധ്വാനം കൂടാതെ തന്നെ ആസ്വാദ്യമാകും വിധം സ്വർഗത്തിൽ നിന്നും അവിടുന്ന് അവർക്ക് നൽകി. അങ്ങനെ പിതാവായ ദൈവം തന്റെ ജനത്തോടുള്ള വാത്സല്യം കാണിച്ചു. ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ജ്ഞാനത്തിന്റെ പുസ്തകം 16 അധ്യായം 21 വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ഭക്ഷിക്കുന്നവന്റെ മനോഭാവം അനുസരിച്ച് അത് രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നു. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഓരോ ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നിന്റെ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം അത് 100% നിന്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തുക. വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ വിശ്വാസം 100% പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തുക. ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് മനോഭാവം അനുസരിച്ചാണ് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ
അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുക. പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ നമ്മളെല്ലാവരും സൗഖ്യം ആഗ്രഹിക്കുന്നവരാണ്. സൗഖ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത് 100% വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. 99.9% വിശ്വാസമല്ല, 100% വിശ്വാസം. അത് ദിവ്യകാരുണ്യം അർഹിക്കുന്നുണ്ട്. ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പാപാവസ്ഥകളെയും ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു വലിയ അത്ഭുതം, ശാരീരികവും മാനസികവുമായ സൗഖ്യം നിങ്ങളെ ഓരോരുത്തരെയും തേടിയെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. നമുക്കും മനസ്സിൽ പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങ് മനസ്സാകുമെങ്കിൽ ഞങ്ങളെയൊക്കെ ഒന്ന് സ്പർശിക്കണമേ. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, ഞങ്ങളെല്ലാവരും സൗഖ്യം നേടുന്നാഥ. നമുക്ക് ആ ഗാനം ഒരുമിച്ച് ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധിയിൽ ഒത്തുചേർന്ന് ആലപിക്കാം. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെൻ്റെ ഏറിയ അപരാധമെല്ലാം പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ മാറയിൽ കൈപ്പു നീർത്തേനാക്കിയില്ലേ നീ കാനായിലെ കുറവാകെനിക്ക്. മാറയിൽ കൈപ്പു നീർത്തേനാക്കിയില്ലേ നീ കാനായിലെ കുറവാകെനിക്ക്. സ്നേഹജലത്തിനായി ആത്മാവു കേഴുമ്പോൾ ജീവജലം പകരാൻ വരില്ലേ. ജീവജലം പകരാൻ വരില്ലേ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെൻ്റെ ഏറിയ അപരാധമെല്ലാം പൊറുക്കുവാൻ. രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തോടു കൂടി ജെറോസിൻ്റെയും ശതാധിപൻ്റെയും ഒക്കെ വിശ്വാസത്തോടു കൂടി നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി ഒരുങ്ങാം.